പരാജിതനായി ദുര്യോധനൻ ഭീതി പൂണ്ടു ജലാന്തരെ മറഞ്ഞ സമയമിതു ഭീമനും പോരിനായി ക്ഷണിച്ചു തഥാ തുടർന്നു ഗദാ പതിതനായി ഭൂവിൽ ദുര്യോധനൻ മൃതിയടഞ്ഞു തൽക്ഷണം രാജൻ. ശ്രേഷ്ഠ ഭാരതം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സത്യനിഷ്ഠത വെടിയുന്നത് മരണത്തെക്കാൾ ഹീനമാണ്. വാദഗതി എന്താണ്? അതായത് ഒരു രാജാവിന്റെ ഏറ്റവും ഉത്തമമായ ഗുണമെന്ന് പറയുന്നത് സത്യനിഷ്ഠത പാലിക്കുക, നീതിധർമ്മം പാലിക്കുക എന്നതാണ്. ശ്രീ ദശരഥന്റെ നിലപാടിനെ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ? അനുകൂലിക്കുകയാണ്. ഇദ്ദേഹം എതിർക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആരാണ് ദശരഥന്റെ നിലപാടിനെ അനുകൂലിക്കുന്നത്, ആരാണ് എതിർക്കുന്നത്? ഞാൻ അനുകൂലിക്കുന്നു. അദ്ദേഹം എതിർക്കുകയാണ്. ആരാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അനുകൂലിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ദശരഥൻ സത്യനിഷ്ഠതയും ഒരു പ്രജാവത്സരനായ ഒരു രാജാവായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന് കൈകേയിയുടെ 2 വരങ്ങളും കേൾക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഇത് നടന്നില്ലെങ്കിൽ കഥ മുന്നോട്ട് പോകുകയുമില്ലായിരുന്നു. കേവലം കൈകേയി ദേവിയുടെ വരത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് ഇത്രയും ഗൗരവമായൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എപ്രകാരമാണ് സാധിക്കുക? അതിനൊരു ഉത്തമ ഉദാഹരണമാണ് രാവണൻ തപസ് ചെയ്ത് ഇഷ്ടവരദാനം സിദ്ധിക്കുകയും അദ്ദേഹം അമരത്വം ആവശ്യപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് അത് നിരസിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇത് സാധ്യമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നീടെപ്പോഴെങ്കിലും എന്നൊരു ഇത് കൊടുക്കാമായിരുന്നില്ലേ? ദശരഥൻ പറയേണ്ടി വന്ന നീ എന്ത് ചോദിച്ചാൽ ഞാൻ തരുന്നോ? അത് ഈശ്വരന്മാരും പറയാറുണ്ടല്ലോ. പക്ഷെ അമരത്വം എന്ന് പറയുമ്പോൾ ഈശ്വരന്മാരത് സാധിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ. നല്ല കൗണ്ടർ. അത് യോജിക്കാം. പക്ഷെ സ്പോണ്ടേനിയസ്ലി ഒരു കൗണ്ടർ വന്നു. അതാണ് എന്റെ പ്രസക്തി. എന്താണ് ഇങ്ങനെ റിയലിസ്റ്റിക് അല്ലാതെ അദ്ദേഹത്തിന്റെ സത്കീർത്തി രക്ഷിക്കണം, ഞാൻ വാക്ക് കൊടുത്താൽ അത് പാലിക്കുന്നതിനാണെന്ന് ഇമേജ് വേണം. അത് ശരിക്കും മകനോടും രാജ്യത്തോടും ചെയ്യുന്ന അന്യായമല്ലേ? പക്ഷെ രാമന്റെ അവതാര ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രാവണനെ വധിക്കുക എന്നതാണ്. അപ്പൊ പക്ഷെ ദശരഥൻ അറിയില്ലല്ലോ. ദശരഥൻ രാമന്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലല്ലോ മകനെ കാട്ടിലേക്ക് വിട്ടത്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ വിടുമല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാകില്ല, വിഷമം ഉണ്ടാകില്ല. ദശരഥൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള രാജാക്കന്മാർക്ക് അതൊരു മാതൃകയാവും. അതുകൊണ്ട് സ്വന്തം മോനെ കാട്ടിലേക്ക് അയക്കുന്നത് നല്ലൊരു മാതൃകയാണ്. അല്ല, കൈകേയി പറഞ്ഞ 2 വരങ്ങൾ, അതായത് ഒന്നാമത്തത് ഭരതനെ രാജാവാക്കുകയും രണ്ടാമത്തത് രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കുകയും ചെയ്യും. ഇത് പാലിച്ചില്ലെങ്കിൽ സത്യനിഷ്ഠത ചെയ്യുന്നതിന് തുല്യമല്ലേ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റു രാജാക്കന്മാർക്ക് അതൊരു മാതൃകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പണ്ട് വരം കൊടുക്കാമെന്ന് യുദ്ധഭൂമിയിൽ തളർന്നു നിൽക്കുന്ന, രക്ഷപ്പെടാൻ പോകുന്ന ഒരവസരത്തിൽ സ്നേഹത്തിന്റെ പുറത്ത് ഒരു വാക്ക് കൊടുത്തതിനെ ഒരാൾ ചൂഷണം ചെയ്താൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം. ശരിക്കും ദശരഥന് കൈകേയിയെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നില്ലേ വേണ്ടത്? കൈകേയി അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൈകേയി മരിക്കുമെന്ന് അങ്ങനെ പറയുന്നുണ്ട്. ഭാര്യയുടെ തലേണ മന്ത്രത്തിനും ഏഷണിക്കും ഭീഷണിക്കും അദ്ദേഹം വഴങ്ങി കൊടുക്കുന്നത് നല്ലൊരു ഭർത്താവല്ലാത്ത അദ്ദേഹം, ഭാര്യയ്ക്ക് മുമ്പിൽ അടിയറവ് പറയുന്ന അദ്ദേഹം എങ്ങനെ രാജ്യത്തെ ഭരിക്കാനാണ്? ഭാര്യയുടെ വാക്കും കൂടി അദ്ദേഹത്തിന് കേൾക്കണമല്ലോ. അദ്ദേഹത്തിന്റെ ഒരു നെടുന്തൂടാണ്. പക്ഷെ അദ്ദേഹം രാജാവാണ്.
പ്രജകൾക്ക് മാത്രമല്ല ഭാര്യയും കുടുംബവും അദ്ദേഹം നല്ലൊരു പുത്രനും ഭർത്താവാകാൻ എങ്ങനെ നല്ലൊരു രാജാവാകും? അതുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത ആൾ നാടിന് കൊടുത്ത വാക്ക് എങ്ങനെ പൂർത്തീകരിക്കും? അദ്ദേഹം ഇവിടെ വ്യക്തിധർമ്മം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി രാജധർമ്മത്തെ മാറ്റിവെക്കേണ്ട അല്ലല്ലോ, കാര്യം അദ്ദേഹം രാജാവായി പോരാടുന്ന വേദിയിൽ തന്നെയല്ലേ കൈകയെ സഹായിക്കുന്നത്? ഒരു യുദ്ധഭൂമിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നത് രാജാവിനെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. അതെ, പക്ഷേ അതേപോലെ തന്നെ ഇക്ഷ്വാകു വംശ പരമ്പര അനുസരിച്ച് സീമന്തപുത്രനാണല്ലോ രാജ്യാവകാശം. അങ്ങനെ അതറിയേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരത്തിന്റെ പേരിൽ വഴങ്ങിക്കൊടുക്കുന്നത്? അദ്ദേഹം ഒരു രാജാവല്ലേ? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഇതിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ? അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു, ആ വാക്കിന്റെ സത്യത്തിൽ ഉറച്ചു നിന്നതിനെ അദ്ദേഹം നമ്മളെ അഭിനന്ദിക്കല്ലേ വേണ്ടത്? അദ്ദേഹം സത്യത്തിൽ ഉറച്ചു നിന്നു എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ പറയുന്ന സത്യം ലംഘിക്കാൻ പോയിരുന്നു. എന്നാൽ പല ഉദാഹരണം കൈകയുടെ പിതാവായ അശ്വപതി മഹാരാജാവിന്റെ അവരുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് ദശരഥൻ പറയുകയുണ്ടായി കൈകയിൽ ഉണ്ടാവുന്ന പുത്രനെ അടുത്ത യുവരാജാവാക്കാമെന്ന്. എനിക്കറിയാത്തൊരു പോയിന്റ് ആയിരുന്നു. നന്നായില്ലേ? അപ്പം ദശരഥൻ ചെയ്ത ആത്യന്തികമായി വളരെ കറക്റ്റ് ആയില്ലേ? മുമ്പ് കൊടുത്ത വാക്കിനെ പിന്തുണച്ചു. അപ്പം ദശരഥനാണ് യഥാർത്ഥത്തിൽ സത്യസന്ധൻ. അദ്ദേഹത്തെ കുറ്റം പറയുന്നത് എന്തിനാണ്? പക്ഷെ അദ്ദേഹത്തിന് വനത്തിലേക്ക് അയക്കാതിരിക്കാമായിരുന്നു. മാറ്റുന്നതിൽ കുഴപ്പമില്ല, സൈഡിൽ എവിടെയെങ്കിലും അങ്ങനെയല്ല, അദ്ദേഹം ഒരു രാജാവല്ലേ? അപ്പൊ രാജധർമ്മം കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ? ഇത് വെറുതെ വ്യക്തിപരമായി കൊടുത്ത ഒരു വരത്തിന്റെ പേരിൽ അവരുടെ പാരമ്പര്യം തന്നെ അദ്ദേഹം മാറ്റുകയല്ലേ ചെയ്യുന്നത്? ഒന്നോ രണ്ടോ വരിയിൽ, അതായത് പാരമ്പര്യം മാറ്റി, ധാർമ്മികത മാറ്റി, മകനോടുള്ള സ്നേഹം മാറ്റി, പ്രജാ താല്പര്യം മാറ്റി. മാത്രമല്ല അദ്ദേഹം മന്ത്രിസഭയിലും മറ്റും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. ഇത്രയും ഗൗരവമായ ഒരു കാര്യമല്ലേ? വളരെ മന്ത്രിസഭയിൽ ആലോചിച്ചില്ല. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പ്രജാവത്സരം മാത്രമായിരിക്കരുത് ഒരു രാജാവ്. അതായത് പ്രജ അത് വേണ്ടാന്നാണോ? പ്രജ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. എന്തായിരിക്കണം? ഒരു പത്നി, പുത്രൻ, ഇതെല്ലാം ഒരു രാജാവിന്റെ ഒരു പത്നിയല്ലല്ലോ, പല പത്നിമാരല്ലേ? അപ്പൊ ഇവരോടെല്ലാം നീതി ചെയ്യണ്ടേ? ശരി, അല്ല, ഇത് ആ ചടുലമായ വാദങ്ങൾക്ക് നിങ്ങൾ ആ ചടുലമായ കൗണ്ടർ ആർഗ്യുമെന്റ് നിർമ്മിച്ചാൽ മതി കേട്ടോ. പറയുമ്പോൾ വാദഗതികളെ പ്രസന്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നന്നായി പ്രസന്റ് ചെയ്യും. ഇവിടെ രണ്ട് വാദം പറഞ്ഞു, കറക്റ്റ് തിരിച്ചു പറഞ്ഞു. ശ്രീകുമാർ സാർ പറഞ്ഞ വാദമായിരുന്നു എനിക്ക് യോജിപ്പ്. പക്ഷെ മോളൊരു ആർഗ്യുമെന്റ് പറഞ്ഞു, തിരിച്ചു പറഞ്ഞു. അത് നല്ല പോയിന്റ്സാ പറയണത്. പക്ഷേ സ്ട്രോങ് കൺവിക്ഷനായി വരണം. ദശരഥനെ അനുകൂലിച്ച് ആരാണ് പോകുന്നത്? അനുകൂലിക്കുകയാണ്. ദശരഥനെ എതിർക്കുകയാണ്. റെഡി? ആദ്യമായി എനിക്ക് പറയാനുള്ളത്, സത്യം എന്നത് താത്വികമായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ് എന്നാണ് വേദശ്രുതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ആചരിക്കുന്നതാണ് ധർമ്മം. അപ്പോൾ ധർമ്മം ആചരിക്കുന്നത് എന്ന് രാജാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കുലമഹിമ ഇക്ഷ്വാകു വംശം, രാജാ ഹരിശ്ചന്ദ്രന്റെ വംശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യനിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ധർമ്മത്താൽ രക്ഷിക്കപ്പെടും എന്ന് വേദങ്ങളിൽ തീർച്ചയായും പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എങ്കിലും ഒരു രാജാവിന് സത്യനിഷ്ഠ മാത്രമല്ല മഹത്തായ ഗുണം. പ്രജകളുടെ വാക്കുകൾ അനുകൂലമായി പ്രവർത്തിക്കുക എന്നത് മഹത്തായ ഒരു ഗുണം തന്നെയാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം. പ്രജകൾക്ക് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്തുവാനായിരുന്നു ആഗ്രഹം. പക്ഷേ ദശരഥൻ അതിന് കൂട്ടാക്കിയിരുന്നില്ല. ദശരഥൻ പ്രജകളുടെ ഹിതമനുസരിച്ച് ഒരു പക്ഷേ രാമനെ, കൈകേയിയുടെ വരം അവഗണിച്ച് രാമനെ കാട്ടിലേക്ക് അയക്കാതിരിക്കാമായിരുന്നു. പക്ഷെ രാമാവതാര ഉദ്ദേശ്യം നടക്കുമോ? വേറെ ഏതെങ്കിലും അറിഞ്ഞിട്ടല്ലോ ദശരഥൻ എന്തായാലും ഇത് ചെയ്തത്. അപ്പം ദശരഥൻ നീതിമാനാണെങ്കിൽ അഹിതമായ അവിഹിതമായ ഒരു നിലപാടെടുത്ത കൈകേയിയോട് കൈകേയി നീ ചെയ്യുന്ന തെറ്റാന്ന് പറയണ്ടേ? അതല്ലേ ആണത്തം, അതല്ലേ ആർജവം? കേവലം ഒരു ഭാര്യയോട് സത്യനിഷ്ഠത പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വേറെ ആരോട്? ബാക്കി രണ്ട് ഭാര്യമാരോട് അദ്ദേഹത്തിന് സത്യധർമ്മ നിഷ്ഠകളില്ലേ? രാമനും ലക്ഷ്മണനും അവിടെ ഇല്ലേ? ബാക്കി പ്രജകളില്ലേ? അപ്പൊ ഒരാൾക്ക് വേണ്ടി ഒരു പൂർവ്വ രാജ്യത്തെ തള്ളിപ്പറയാണ്, പൂർണ്ണമായ രാജ്യത്തെ തള്ളിപ്പറയാണോ ശരി? അവിടെ ദശരഥൻ മുമ്പേ രാമന്റെ വാക്ക് പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട്. കൂടാതെ അസത്യത്തെ നരകത്തെക്കാളും ഭൂമിയിലുള്ള ഏത് നീചപ്രവൃത്തിയെക്കാളും അദ്ദേഹം ഭയക്കുന്നു. ശരിയല്ലേ? യഥാർത്ഥത്തിൽ പറഞ്ഞു, രാമ നീ എന്നെ കെട്ടിയിട്ട് രാജ്യഭാരം ഏറ്റെടുക്കൂ എന്ന് പറയുന്നു, അവസാനം വരെ ദുഃഖിക്കുന്നു. പക്ഷെ സത്യത്തോടുള്ള ആ മനുഷ്യന്റെ പ്രതിപത്തിയെ, കമ്മിറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ഇതിൽ സത്യത്തോട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദശരഥൻ തന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് പിന്നാലെ പോവുക തന്നെ ചെയ്യാനാണ്. പിതാവ് പറയുന്ന അതേപടി കേൾക്കുന്നത് ഉത്തമനായ ഒരു പുത്രനാണ്. ഇവിടെ രാമന് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു മനസ്സ് ദശരഥൻ ഉണ്ടായിരുന്നില്ല. അവിടെ തന്റെ പുത്രൻ ഇല്ലെങ്കിൽ എങ്ങനെ പറയും എന്നെ കെട്ടിയിട്ട് നീ രാജ്യഭാരം എടുക്കൂന്ന്? ഒരു നല്ല അച്ഛൻ, നിസ്സഹായനായ ഒരു അച്ഛന്റെ ഒരു രോദനമല്ലേ അവിടെ കേൾക്കുന്നത്? ദശരഥൻ എന്ത് ചെയ്യാൻ? പുത്രന് വേണ്ടി തനിക്ക് സത്യം മാറ്റി വെക്കാമായിരുന്നു. സത്യം പുത്രന് വേണ്ടി സത്യത്തെ തള്ളി പറയാം, സത്യത്തെ തള്ളി പറയണം. ബന്ധങ്ങൾക്ക് വേണ്ടി സത്യത്തെ തള്ളി പറയണം. പുത്രന് വേണ്ടി അഴിമതി വാക്കല്ലേ, ഇരുമ്പോലൊക്കെ ഒന്നും അല്ലല്ലോ. നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇരുമ്പ് ഉലക്കൊന്നും അല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എന്തിന് ഇതിന് അധികം മഹത്വം കൊടുക്കുന്നു? പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് അതുപോലെയല്ല, ധർമ്മിഷ്ഠനാണ്. ഇതിൽ നമുക്ക് വേറെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ചാൽ
ദശരഥൻ ശ്രീരാമനേക്കാൾ കൂടുതൽ ഇഷ്ടം ഭരതനോടാണ് കാണിക്കുന്നത് ഇവിടെ. അതെവിടെ? തന്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ കാട്ടിലേക്ക് അയക്കാൻ ഒരു പിതാവിന് സാധിക്കുന്നതല്ല. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഈ പുത്ര ദുഃഖത്താൽ വിയോഗത്താൽ മരിക്കുന്ന കാര്യമില്ലല്ലോ. ശ്രീരാമനോട് എന്ത് വേണമെങ്കിൽ ചെയ്ത് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറയുന്നില്ലോ. അപ്പം പക്ഷേ അതിനു മുൻപേ ദശരഥന് പറയാമായിരുന്നു കൈകയോട് തനിക്ക് പറ്റില്ല അത്. അല്ല, ശരിക്കും അത് ന്യായമല്ലേ? ദശരഥൻ കൈകേയിയോട് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ വലിയ മഹാനാടകങ്ങളൊന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ രാജാവിനെ കുറിച്ചുള്ള അപചാരം നാട്ടിലാകെ ലോകമെമ്പാടും കൈകേയിക്ക് വേണമെങ്കിൽ തുറന്ന് പറയാമായിരുന്നു. അത് ദശരഥൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. ശരി, അവസാനം ഭാര്യയോട് നീതി കാണിക്കാൻ കഴിയാത്തവൻ രാജ്യത്തോട് എങ്ങനെ നീതി കാണിക്കും? പ്രജകൾക്ക് ഭൂരിഭാഗം പ്രജകൾക്ക് ആഗ്രഹം ശ്രീരാമനെ. അപ്പം ദശരഥൻ ഒരു വോട്ട് ഇടണമായിരുന്നു. നിങ്ങൾ SMS അയക്കൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നാണോ? അല്ല, പക്ഷേ ഭൂരിഭാഗം പ്രജകളുടെ ആഗ്രഹം ശ്രീരാമൻ പട്ടാഭിഷേകം. ഭൂരിഭാഗം ആൾക്കാരും കള്ളം പറയണം, അഴിമതി ചെയ്യണം, നിങ്ങൾ കരിഞ്ചന്ത ചെയ്യണം, തെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ രാജാവ് ഭൂരിഭാഗം ആൾക്കാരെ നോക്കി തെറ്റ് ചെയ്യണം. ഇല്ല, താങ്കൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, വാക്കൊക്കെ അല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റാം. സൗകര്യം ഉള്ളപ്പം ചെയ്താൽ മതി എന്ന് പറയും, തെറ്റല്ലേ അവസാന വരി? അല്ല, പിന്നെ നമുക്ക് ആരും എപ്പോഴും സത്യം പറഞ്ഞ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. താങ്കൾക്ക് പറയൂ എപ്പോഴും താങ്കൾ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്? ഇടയ്ക്കിടെ കള്ളം മാത്രമേ പറയുള്ളൂ തോന്നുന്നു. അതുപോലെ ദശരഥനും എപ്പോഴും സത്യം പാലിക്കണം, ഒരു റിയലിസ്റ്റിക് ആകണം, പ്രാഗ്മാറ്റിക് ആകണം എന്നുള്ള. അല്ല, വാദഗതികൾ നല്ലതാണ്. നമുക്ക് പഴയ ചില വാക്കുകളുണ്ട്, വാക്കുകൾക്കൊരു പവർ ഉണ്ട്. ആ വാക്കുകൾ യൂസ് ചെയ്യണം. നിങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളവനാകണം, നിങ്ങൾ പ്രാഗ്മാറ്റിക് ആകണം. അങ്ങനെ എനിക്ക് ആ നിലപാടിനോട് യോജിപ്പില്ല, പക്ഷേ ആ വാക്കുകൾ, നിങ്ങളുടെ ആ വാക്കുകൾ കറക്റ്റ് ആയിരിക്കണം. ഓവർ ഉട്ടോപ്യൻ ഐഡിയലിസ്റ്റ് ആകരുത്. അപ്പോൾ ഇങ്ങനെ കുറേ സങ്കല്പങ്ങൾ എടുത്താണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ആശയപരമായി. രണ്ടുപേരും നന്നായി, വളരെ നന്നായി പ്രസന്റ് ചെയ്തു. പ്ലീസ്. ശ്രേഷ്ഠ ഭാരതം തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറച്ച നേത്രാഗ്നിനാം ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. അനുജ ലക്ഷ്മണ, നിന്റെ മുഖത്തെന്താ തീരെ സന്തോഷമില്ലാത്തതുപോലെ? ജ്യേഷ്ഠ, അങ്ങ് എന്റെ മുഖം മാത്രമേ കണ്ടോളുവോ? ഈ അയോധ്യയിലെ ഓരോ മുഖവും ഇങ്ങനെ തന്നെയാണ്. ദുഃഖവും കോപവും നിറഞ്ഞ ഓരോ നിമിഷവും ഉടഞ്ഞു ചേറാവുന്ന മൺപാത്രം പോലെ. അത് കുമാരന്റെ തോന്നലാണ്. അഥവാ അയോധ്യാവാസികൾ ദുഃഖിതയാണെങ്കിൽ തന്നെ അത് കേവലം നൈമിഷമാണ്. കത്തുന്ന അടുപ്പിൽ വെച്ച ലോഹപാത്രം നീ കണ്ടിട്ടില്ലേ? ആ പാത്രത്തിനുള്ളിൽപ്പെട്ട ജലബിന്ദുവിനെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ? ജ്യേഷ്ഠൻ എന്തിനാണ് ഇങ്ങനെ കാടുകയറുന്നത്? ലോകപാത്രത്തിനും അഗ്നിക്കും ജലബിന്ദുവിനുമൊക്കെ ഈ അയോധ്യയിൽ എന്താണ് പ്രശസ്തി? അയോധ്യയിലെ ഓരോ മനസ്സും പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന വർഷമേഘം പോലെയാണ്. ഭാര്യയ്ക്ക് വഴങ്ങി ഭ്രാന്തൻ തീരുമാനങ്ങളെടുക്കുന്ന വൃദ്ധരാജാവ്, നീതീകരിക്കാനാകാത്ത അങ്ങ്. അയോധ്യയിലെ ജ്യേഷ്ഠൻ ഒരു വാക്കു പറഞ്ഞാൽ മതി, ഈ വൃദ്ധപിതാവിനെ ബന്ധിച്ച് ഞാൻ അങ്ങയെ രാജാവാക്കാം. ഇത് ജനഹിതവും ധർമാജിതവുമായതിനാൽ ആചാര്യനായ വസിഷ്ഠ മഹർഷി നമ്മെ തടയുകയില്ല. കുമാര ലക്ഷ്മണ, നിന്റെ വികാരം വിവേകത്തെ കെടുത്തുന്നു. നിനക്ക് എന്നോടുള്ള അഗാധ സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈ കാണുന്ന രാജ്യവും ദേഹവും ധനവും ധാന്യവും ഒക്കെ നാശം തീണ്ടാതെ എന്നെന്നും നിലനിൽക്കുന്നുവെങ്കിൽ നിന്റെ ഈ രോഷത്തിനും ബോധത്തിനും ഒക്കെ അർത്ഥമുണ്ട്. പക്ഷെ അത് ഒരു നിമിഷം കൊണ്ട് മിന്നൽ പോലെ ജ്വലിച്ചടങ്ങുന്നതാണ് കുമാര. ഈ ലോകം ഒരു തവളയാണ്. ആ തവളയെ കാലം എന്ന സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മരണത്തിന്റെ വായിലിരുന്നു കൊണ്ട് ആ തവള ഇരപിടിക്കാൻ വെമ്പുകയാണ്. ലോകഭാഗങ്ങൾക്ക് വേണ്ടി മതിമറന്ന് കൊതി പിടിച്ച് പായുന്ന മനുഷ്യാവസ്ഥയാണ് കുമാര. ജ്യേഷ്ഠ, അങ്ങു വീരനാണ്, ജ്ഞാനിയാണ്. ആ ജ്ഞാനം കൊണ്ട് എന്റെ നാവടക്കാനാകുന്നതാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ അങ്ങ് കൊട്ടാരത്തിലിരിക്കുന്ന ജ്യേഷ്ഠത്തി, അവർ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും? കുമാര, പുത്രൻ, മിത്രം, ഭാര്യ, അങ്ങനെയുള്ള ബന്ധുജനങ്ങളോടുമൊത്തുള്ള സംഗമം ഒരു സ്ഥിരതയും ഇല്ലാത്തതാണ്.
വഴിസ്ഥലങ്ങളിൽ യാത്രക്കാർ വന്നുകൂടുന്നത് നീ കണ്ടിട്ടില്ലേ? എത്ര സമയം അവർ ഒന്നിച്ചു കാണും? അവർ എങ്ങോട്ട് പിരിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? അത് ബന്ധുജനങ്ങളുടെ കാര്യം. ഇനി സമ്പത്തിന്റെ കാര്യം ചിന്തിക്കൂ. അതാരെങ്കിലും സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? എല്ലാം വെറും സ്വപ്നം പോലെയാണ്. ഈ ദേഹത്തെക്കുറിച്ചും ഇതിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അഭിമാനിക്കും, അഹങ്കരിക്കും. എന്നാൽ ഈ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക? ചിലപ്പോൾ മറ്റു ജീവികൾക്ക് ഭക്ഷണമാകാം, അല്ലെങ്കിൽ കത്തിച്ചാരമാകാം. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ കുമാര? ജ്യേഷ്ഠ, അങ്ങയോടുള്ള സ്നേഹം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അപ്പോൾ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. നല്ലത്, ശാന്തനായി സന്തുഷ്ടനായി വനയാത്ര പോകാൻ എന്നെ അനുഗ്രഹിച്ചയക്കൂ. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദസേവാർത്ഥമായിന്നടിയനു ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. ശ്രേഷ്ഠ ഭാരതം. അമൃതവിദ്യാലയ പേരൂർ അല്ലേ? അതെ. നിങ്ങൾക്ക് 6-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം. അധഷഷ്ടോധ്യായഃ ധ്യാനയോഗഃ. അർജുന ഉവാച ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദീ ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അഥവാ ഇത് വേറൊരു രീതിയിലും ആലാപനം ചെയ്യാം. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദീ ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. സമഗ്ര ജീവിതത്തിൻ്റെ ദർശനമാണ് ഭഗവത്ഗീത. കാലദേശങ്ങൾക്ക് അതീതമാണ് ഇതിൻ്റെ പ്രസക്തി. ധാർമ്മികവും ആധ്യാത്മികവുമാകുന്ന മൂല്യങ്ങളുടെ ചുതിയാൽ മാനവരാശി സംഘർഷങ്ങൾ നേരിടുമ്പോൾ ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഭഗവത്ഗീത. അർജുനനെ ബാധിക്കുന്ന വിഷാദ രോഗം ആധുനിക സമൂഹത്തിൻ്റെ രോഗമാണ്. അത് എല്ലാവരെയും ബാധിച്ചിട്ടുമുണ്ട്. സംസാര ദുഃഖത്തിൻ്റെ ചൂടിൽ നീറുന്ന മനുഷ്യർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന കൽപ്പവൃക്ഷമായി വിളങ്ങുന്നു ഗീത. അർജുനനും കൃഷ്ണനുമായുള്ള ആശയ സംവാദമാണ് ഭഗവത്ഗീത. കുരുക്ഷേത്ര ഭൂമിയിൽ എതിർഭാഗത്ത് മാതുലന്മാരെയും ഗുരുക്കന്മാരെയും കണ്ട് തളർന്നു നിൽക്കുന്ന അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുകയാണ് ഈ ഭഗവത്ഗീത. 34-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ അർജുനന്റെ സംശയങ്ങൾക്ക് കുറച്ചുകൂടി കട്ടികൂടി. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. എൻ്റെ പൊന്നു കൃഷ്ണ, അതിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന ഒരു മനുഷ്യന് മാനസികാവസ്ഥ പ്രയാസമുള്ളതാണ്. മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. എന്നാൽ ചിലപ്പോഴത് ബുദ്ധിയെയും മനസ്സിൻ്റെ ശക്തിയെയും വാശി കീഴടക്കി കഴിയും. ശത്രുമിത്രങ്ങളെ സമദൃഷ്ടിയാൽ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്രിമമായി സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം. എങ്കിലും വാസ്തവത്തിൽ ഒരു പ്രാപഞ്ചിക മനുഷ്യന് അത് സാധ്യമല്ല. കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അത് എന്നാണ് പറയുന്നത്. കഠോപനിഷത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആത്മാനം രഥനിം വിധിം ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിധിം മന പ്രഗ്രമമേവജേ. ഇത് ശരിക്കും പറയുന്നുണ്ട്. ഭൗതിക ദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ്.
ബുദ്ധിയാണ് അതിനെ നയിക്കുന്ന സാരഥി. മനസ്സാണ് കടിഞ്ഞാണ്, ഇന്ദ്രിയങ്ങൾ കുതിരകൾ. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്തിൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഒരിക്കൽ വലിയൊരു കൊടുങ്കാറ്റിനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷേ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ആ അവസ്ഥ യോഗി എന്നാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞൻ എന്നും ആ അവസ്ഥയെ പറയാം. മനോനിയന്ത്രണത്തിന് പരിഹാരം ഹരേ കൃഷ്ണ മന്ത്രം മാത്രമാണുള്ളത്. മനസ്സ് ഭഗവാനിലേക്ക് മാത്രം കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. അങ്ങനെ ചെയ്യാത്തവണ്ണം കാലം തോറും അത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഈ 34-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഗീത പഠിക്കാത്തതിൻ്റെ പല ഇതും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിയും ഇടിയും എല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട്. ഗീത പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. കൃഷ്ണൻ അർജുനന് വേണ്ടി മാത്രമല്ല ഗീത ഉപദേശിച്ചത്. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാം. ഗീത പഠിക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള സഹായം നമുക്ക് വിദ്യയിലും എല്ലാത്തിനും നേടുന്നുണ്ട്. നമുക്കെല്ലാം മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഇതാണ് 34-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. അസംശയം മഹാബാഹോ മാനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീകൃഷ്ണൻ പറയുകയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് അത്യന്തം കഷ്ടമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും നിരന്തരമായ തത്വാഭ്യാസം കൊണ്ടും വിഷയങ്ങളിൽ വൈരാഗ്യം കൊണ്ടുണ്ടാകുന്ന ദോഷദൃഷ്ടി കൊണ്ടും നമുക്കിതിനെ പതുക്കെ പതുക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും പ്രയത്നിക്കുന്നില്ല. എല്ലാവർക്കും ഞൊടിയിടയിൽ കാര്യം സാധിക്കാനാണ് നോക്കുന്നത്. എന്നാൽ നമ്മൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ എന്തും നമ്മൾ ഉയരങ്ങൾ കീഴടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം. ഒന്നോ രണ്ടോ ദിവസത്തെ പരിശ്രമം കൊണ്ട് മാത്രം നമുക്കൊന്നും നേടാനാവില്ല. അത് പരീക്ഷയായാലും എന്തെങ്കിലും ജോലി ആയാലും ഒക്കെ. അതുകൊണ്ട് നാം നിത്യേന പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച നമ്മുടെ യതിവര്യന്മാരുടെ ശ്രേഷ്ഠത നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സത്യം കൊണ്ട് ലോകത്തെ, ദാനം കൊണ്ട് ദുഃഖിതരെ, ശുശ്രൂഷ കൊണ്ട് ഗുരുക്കന്മാരെ, കുലയേറ്റിയ വില്ലുകൊണ്ട് ശത്രുക്കളെ സ്വാധീനത്തിലാക്കിയവൻ രാമൻ എന്ന് പറയുന്നതാര്? എ കൈകേയി, ബി മന്ദര, സി ദശരഥൻ, ഡി വിശ്വാമിത്രൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ എടുത്തിട്ടില്ല. മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഇതൊക്കെ ആരായിരിക്കും രാമനെ പറ്റി പറയാന്നൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. വളരെ ആലോചിച്ചിട്ട്. ഇല്ലെങ്കിൽ ഓപ്ഷനിലോട്ട് പോവാം. ദശരഥൻ. സി ദശരഥൻ ഉറപ്പാണ്. നമ്മൾ ലോക്ക് ചെയ്യുന്നു സി ദശരഥൻ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നിങ്ങൾക്കപ്പോൾ 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ, മന്നവനു മുന്നിൽ നിന്നില്ലൊരു സംശയം. കൈകേയിയുടെ വാക്കുകളാണിത്. എന്തിനാണ് കൈകേയി ജീവൻ കളയും എന്ന് പറയുന്നത്? എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ, ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിൽ പോകുന്നില്ലെങ്കിൽ, സി രാമനെ യുവരാജാവായി വാഴിക്കുന്നില്ലെങ്കിൽ, ഡി മറ്റെന്തോ കാരണത്താൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ. എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ. ലോക്ക് ചെയ്യട്ടെ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഓപ്ഷനിലേക്ക് ഒന്നും പോയിട്ടില്ല. മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഓപ്ഷനിലോട്ട് പോയിട്ടില്ല. എനിവേ ഞാൻ ലോക്ക് ചെയ്യാണ്. ചെയ്തോട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ദശരഥൻ വരം കൊടുക്കാഞ്ഞാൽ. നോക്കാം നമുക്ക് ഉത്തരം ശരിയാണോ എന്ന്. ഉത്തരം തെറ്റാണ്. ഈ ചോദ്യം ടീം എക്ക് കൈമാറുന്നു. ഇതാണ് ചോദ്യം: എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ, മന്നവൻ മുന്നിൽ നിന്നില്ലൊരു സംശയം. കൈകേയിയുടെ വാക്കുകളാണിത്. എന്തിനാണ് കൈകേയി ജീവൻ കളയും എന്ന് പറയുന്നത്? ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിൽ പോകുന്നില്ലെങ്കിൽ, സി രാമനെ യുവരാജാവായി വാഴിക്കുന്നില്ലെങ്കിൽ, ഡി മറ്റെന്തോ കാരണത്താൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി
രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിന് പോകുന്നില്ലെങ്കിൽ. ബി രാമൻ അടുത്ത പ്രഭാതത്തിൽ വനത്തിൽ പോകുന്നില്ലെങ്കിൽ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. സംശയമുണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് തന്നെയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭരതനും അയോധ്യാവാസികളും വന്നു പോയതിനു ശേഷം ചിത്രകൂടത്തിലെ മുനിമാർ സ്വകാര്യമായി രാമനെ ധരിപ്പിച്ച ഭയം എന്തായിരുന്നു? എ ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. ബി വനത്തിൽ ഭക്ഷ്യപേയങ്ങൾ അലഭ്യമാകും എന്ന ഭയം. സി നഗരവാസികൾ വീണ്ടും വരും എന്ന ആശങ്ക. ഡി ഹോമപൂജാദികൾ തടസ്സപ്പെടും എന്ന പരാതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ ഇത്രയും നേരം നന്നായി കളിച്ച ടീമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം. തെറ്റു പറയരുത്. ഉറപ്പാണെങ്കിൽ മാത്രം. ഓപ്ഷൻ ഡി ഹോമപൂജാദികൾ തടസ്സപ്പെടുന്നു എന്ന പരാതി. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി ഹോമപൂജാദികൾ തടസ്സപ്പെടുന്നു എന്ന പരാതി. നമുക്ക് നോക്കാം. നമ്മൾ ലോക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നായി കളിച്ച ടീമാണ്, നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നൊക്കെ. എനിവേ, നമുക്ക് ചോദ്യം ടീം ബിക്ക് കൈമാറാം. ഭരതനും അയോധ്യാവാസികളും വനത്തിനു പോയതിനു ശേഷം ചിത്രകൂടത്തിലെ മുനിമാർ സ്വകാര്യമായി രാമനെ ധരിപ്പിച്ച ഭയം എന്തായിരുന്നു? എ ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. ബി വനത്തിൽ ഭക്ഷ്യപേയങ്ങൾ അലഭ്യമാകും എന്ന ഭയം. സി നഗരവാസികൾ വീണ്ടും വരുമെന്ന ആശങ്ക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ കരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. എ ഖരൻ തുടങ്ങിയ രാക്ഷസന്മാരിൽ നിന്നുള്ള ഉപദ്രവം. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പൂജ മുടങ്ങി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതാണ് ആദ്യ കാരണം. ഓക്കെ, ടീം ബിക്ക് 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അതിബുദ്ധിമാൻ എന്ന് ശ്രീരാമൻ വിശേഷിപ്പിക്കുന്ന ദശരഥന്റെ വൃദ്ധനായ ആനയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ഉച്ചൈസ്രവസ്. ബി മൃത്യുഞ്ജയൻ. സി ഐരാവതം. ഡി മഹാഗജം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ നന്നായിട്ട് കളിക്കുവാണ്. ഒരു രീതിയിലും തെറ്റ് പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുത്തശ്ശിയോട് ചോദിക്കാം അല്ലെ? അപ്പൊ നമുക്ക് പോവാം മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലേക്ക്. ഹലോ സർ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ എന്ന പരിപാടിയിൽ നിന്നും നിത്യദാസാണ് വിളിക്കുന്നത്. കുട്ടികൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ചോദിച്ചോളൂ. അതിബുദ്ധിമാൻ എന്ന് ശ്രീരാമൻ വിശേഷിപ്പിക്കുന്ന ദശരഥന്റെ വൃദ്ധനായ ആനയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ഉച്ചൈശ്രവസ്. ഓപ്ഷൻ ബി മൃത്യുഞ്ജയൻ. ഓപ്ഷൻ സി ഐരാവതം. ഓപ്ഷൻ ഡി മഹാഗജം. മഹാഗജാണ് ആൻസർ എന്നാണ് ഞാൻ വായിച്ചത് ഓർമ്മ. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. മഹാഗജം. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഡി മഹാഗജം. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന്. ഉത്തരം തെറ്റാണ്. സെയിം ചോദ്യം നമ്മൾ ടീം എയോട് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: അതിബുദ്ധിമാൻ എന്ന് ശ്രീരാമൻ വിശേഷിപ്പിക്കുന്ന ദശരഥന്റെ വൃദ്ധനായ ആനയുടെ പേരെന്താണ്? എ ഉച്ചൈസ്രവസ്. ബി മൃത്യുഞ്ജയൻ. സി ഐരാവതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ഉച്ചൈസ്രവസ്. എ ഉച്ചൈസ്രവസ്. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. എ ഉച്ചൈസ്രവസ്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നിങ്ങൾ 2 കൂട്ടരും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ദശരഥ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട ആനയാണ് മൃത്യുഞ്ജയൻ. മൃത്യുഞ്ജയനെ മുന്നിൽ നിർത്തിയാണ് ഭരത ശത്രുഘ്നന്മാർ രാമനെ കാണാനായിട്ട് കാട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ആനയെ കാണുമ്പോൾ തന്നെ രാമൻ ലക്ഷ്മണനോട് പറയും, ഇവർ യുദ്ധം ചെയ്യാൻ വന്നതല്ല, നീ ദേഷ്യപ്പെടണ്ട, കാരണം അച്ഛൻ്റെ ആ പ്രിയപ്പെട്ട ആനയാണ് മുന്നിൽ വരുന്നത് എന്ന് പറയും. അപ്പം അങ്ങനെയാണ് ഒരു തിരിച്ചറിയുന്നത്. കാരണം അച്ഛനുള്ളിടത്ത് നിൽക്കേണ്ടതാണ്. അപ്പം അച്ഛൻ വാസ്തവത്തിൽ അച്ഛൻ മരിച്ചുകൊണ്ടാണ് രാമൻ അറിഞ്ഞിട്ടില്ല. രാമൻ അറിഞ്ഞിട്ടില്ല, അറിയിക്കാനായിട്ട് വരികയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അനശ്വരമായ രാജധർമ്മമായും ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മമായും ശ്രീരാമൻ വ്യക്തമാക്കുന്നത് എന്താണ്? എ നീതി, ബി കാരുണ്യം, സി സത്യം, ഡി അധികാരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞങ്ങൾക്ക് അറിയില്ല. അറിയില്ല. ഓപ്ഷനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസാണ് സംസാരിക്കുന്നത്. കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അതിന്റെ ആൻസർ അറിയില്ല. അപ്പം അവർ തന്നെ സാറിനോട് ചോദിക്കും. ചോദിച്ചോളൂ. അനശ്വരമായ രാജധർമ്മമായും ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മമായും ശ്രീരാമൻ വ്യക്തമാക്കുന്നത് എന്താണ്? നീതി, കാരുണ്യം, സത്യം, അധികാരം. സർ 13 സെക്കൻഡേ ഉള്ളൂ. നീതി. നമ്മൾ ലോക്ക് ചെയ്യാണ്. എ നീതി. നമുക്ക് നോക്കാം അല്ലേ പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന്. മുത്തശ്ശൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ പങ്കെടുത്തതിൽ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ടീം എക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. സോ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടീം ബിക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അനശ്വരമായ രാജധർമ്മമായും ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മമായും ശ്രീരാമൻ വ്യക്തമാക്കുന്നത് എന്താണ്? ബി കാരുണ്യം, സി സത്യം, ഡി അധികാരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി സത്യം. സി സത്യം. സോ ലോക്ക് ചെയ്യുന്നു. സി സത്യം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. എന്റെ രണ്ടാമത്തെ പ്രാണനായ നിന്നിലാണ് എല്ലാ ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമന്റെ വാക്കുകളാണ്. തന്റെ രണ്ടാമത്തെ പ്രാണനും എല്ലാ ഐശ്വര്യങ്ങളുടെയും ഇരിപ്പിടവുമായി രാമൻ ഈ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ? എ ദശരഥനെ, ബി കൗസല്യയെ, സി ഭരതനെ, ഡി ലക്ഷ്മണനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി ലക്ഷ്മണനെ. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്. ഡി ലക്ഷ്മണനെ. ഏത് സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? പിന്നെന്താ അങ്ങനെ ലക്ഷ്മണൻ എന്ന് പറയാൻ എന്താ കാരണം ഉണ്ടായ? പല സന്ദർഭത്തിലും ലക്ഷ്മണൻ സഹോദരന് കൂടുതൽ പറയുന്നത് രാമൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം നമുക്ക് നോക്കാം. ശരിയാണ്. അയോധ്യയിലെ ജനങ്ങൾ കാത്തിരുന്ന ഒരു ശുഭകാര്യം, രാമന്റെ അഭിഷേകം പ്രഖ്യാപിക്കപ്പെടുന്നു. എന്നാൽ ആ സന്തോഷത്തിന് ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈകേയിയുടെയും മന്ഥരയുടെയും ഗൂഢാലോചനകൾ എല്ലാം തകർത്തു. അത് ദശരഥനെ പൂർണ്ണമായും നിസ്തേജനാക്കി.
ഹാ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞ് പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈയാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചുരഘോത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവങ്ങളാൽ ആശ്വസിപ്പിച്ചാന്നയ കോവിദൻ തദാ. ശ്രേഷ്ഠ ഭാരതം. ഓം അമൃതേശ്വരേ നമഃ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ ഏതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇത്. അനേകായിരം മനുഷ്യരിൽ ഒരാളായിരിക്കും ആത്മജ്ഞാനത്തിന് വേണ്ടി യത്നിക്കുന്നത്. ഇപ്രകാരം യത്നിക്കുന്ന അനേകായിരങ്ങളിൽ ഒരാൾ മാത്രമായിരിക്കും എന്നെ അറിയുന്നത്. ഭഗവാനെ, എല്ലാവരിലും ബ്രഹ്മസ്വരൂപനായ അങ്ങ് തന്നെ അന്തര്യാമിയായിരിക്കെ എല്ലാവരും എന്താ ബ്രഹ്മത്തെ അറിയാത്തത്? ഇത് പറയുമ്പോൾ ഒരിക്കൽ ഉദ്ധവര് ഭഗവാനോട് ചോദിച്ചു അത്രേ, ഭഗവാനെ, അങ്ങ് ഒരു നിമിഷം സങ്കല്പിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും മോക്ഷം സിദ്ധിക്കില്ലേ? ഇത് കേട്ടപ്പോ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ഉദ്ധവരെ, ഭൂമിയിൽ പോയി ആദ്യം കാണുന്ന ജീവിയോട് ചോദിച്ചു വരൂ. അങ്ങനെ ഉദ്ധവർ ഭൂമിയിലെത്തി. ആദ്യം കണ്ടത് ഒരു ചെള്ളിക്കണ്ടത്തിൽ കിടന്ന് കെട്ടി മറഞ്ഞു കളിക്കുന്ന കുറേ പന്നിക്കുട്ടന്മാരെയാണ്. അതില് മുതിർന്ന പന്നിയോട്, അതായത് അച്ഛൻ പന്നിയോട് ചോദിച്ചു, മോക്ഷമാണെങ്കിൽ വേഗം പൊക്കോളൂ, ഭഗവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ പന്നി ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു, എനിക്ക് ഒരു സുന്ദരിയായ ഭാര്യയും 8-10 കുഞ്ഞുങ്ങളുള്ളപ്പോ അവരെ വിട്ടിട്ട് വരാനോ? വേണ്ടേ വേണ്ട. ഇതാണ് നമ്മുടെ സ്ഥിതി. ആധ്യാത്മിക വിദ്യ എന്ന് കേട്ടാൽ തന്നെ വയസ്സായവാണെങ്കിൽ ശ്രമിക്കാം എന്ന മട്ടിലാണ് നമ്മള്. അപ്പൊ ഭഗവാൻ പറഞ്ഞ സത്യായില്ലേ? അനേകായിരങ്ങൾ യത്നിച്ചാലും 1-2 പേർ മാത്രമേ പരമലക്ഷ്യപ്രാപ്തി നേടുന്നുള്ളൂ. അമ്മുടിയമ്മ പറയാറുണ്ട്, അനേകം ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, പക്ഷേ അതിൽ മർത്യജന്മം വളരെ വിരളമാണ്. മായാബന്ധങ്ങളിൽ കുടുങ്ങാതെ വളരെ ശ്രദ്ധയോടെ നീങ്ങണമെന്ന് ഉപദേശിക്കാറുണ്ട്. ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ. നിഴലിൻ്റെ പിന്നാലെ ഞാനലഞ്ഞു കഷ്ടം, നിഴലിനെ സത്യമായി ഞാൻ നനച്ചു. നിരവധ്യമോഹിനി എന്നമ്മേ, നിന്റെ നിഴലാകും മായയിൽ ആഴ്ത്തിയിടല്ലേ. ഈ നെള്ളു പോലെ തന്നെ മായ എല്ലാ ബന്ധങ്ങളിലും മനുഷ്യനെ കൊണ്ടുപോയി കൊടുക്കും. വിവേകികൾക്ക് മാത്രമേ മായയുടെ നിഴൽ സ്പർശമേൽക്കാതെ രക്ഷപ്പെടാനാവൂ. ഉള്ള ജന്മം മുഴുവൻ ശരീര മനോബുദ്ധി തലത്തിൽ ചെലവഴിക്കും. മായയുടെ വഴികൾ പലതാണ്. കീർത്തി, ഐശ്വര്യം, സമ്പത്ത്, ലോകപ്രശംസ, അതിലൊന്നും പെടാതെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആത്മവിദ്യ നേടാൻ അമുരിമ പറയുന്നത് പോലെ ഈ പ്രാപഞ്ചിക ലോകത്ത് ഉണക്ക് ചുള്ളിക്കമ്പിലിരിക്കുന്ന കിളിയെപ്പോലെ ജാഗ്രതയോടെ ജീവിക്കണം. ഏത് സമയത്തും ചുള്ളിക്കമ്പ് ഒടിഞ്ഞു വീഴാം. പറക്കാൻ അതീവ ജാഗ്രതയുള്ള പക്ഷിയെ പോലെ അവയർനെസ് നേടണം നാം. നീർക്കുമിള പോലെയുള്ള ഈ ജീവിതം
എപ്പോൾ വേണമെങ്കിലും നശിക്കാം. അതിനു മുമ്പ് ധാർമ്മികമായ പന്ഥാവിലൂടെ മനസ്സിനെ പൂർണ്ണമായും ജയിക്കാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാവും. ലക്ഷ്യപ്രാപ്തിക്കായി ഗുരുചരണങ്ങളിൽ പ്രണാമത്തോടെ ഓം അമൃതേശ്വരി നമഃ.